ഹലോ ഹായ് ഗുഡ് ഈവനിങ് ഓൾ. എല്ലാ ദിവസവും ചെയ്തു വരുന്ന നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ കുറച്ചൊരു കൺഫ്യൂസ്ഡ് ലെവലിലാണ് നിഫ്റ്റി മീൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി ഒരു എന്താ നമുക്ക് 47 എബോ ക്ലോസിങ് നമ്മൾ പ്രതീക്ഷിച്ചായിരുന്നു. ബട്ട് ബാങ്ക് നിഫ്റ്റി അത് തന്നിട്ടില്ല. ആൻഡ് ഇനി ഉള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നിപ്പോൾ നോക്കേണ്ടത്. അത് മീൻസ് അവിടെ നിന്ന് നമുക്ക് നല്ലൊരു സപ്പോർട്ട് റീജിയൻ ആണ് ബാങ്ക് നിഫ്റ്റി നമുക്കൊരു പുൾ ബാക്ക് കിട്ടിയത്. ബട്ട് അത് ഹോൾഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി നെക്സ്റ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ചർച്ച ചെയ്യണം. അപ്പൊ എല്ലാവരും മുഴുവനായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക. ആൻഡ് നമ്മൾ ഇന്ന് ലൈവായിട്ട് മീൻസ് വന്നായിരുന്നു. ലൈവിൽ നമ്മൾ ഒരു ഇൻഫീഡ് ഒരു ചെറിയ ട്രേഡ് അതിന്റെ കണ്ടീഷൻസ് എങ്ങനെയാണ് എന്നുള്ളത് അത് പറഞ്ഞായിരുന്നു. ഇനി ആരെങ്കിലുമൊക്കെ ട്രേഡ് എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ആൻഡ് അപ്പൊ ഒന്ന് അറിയാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ഏതെങ്കിലും സ്ട്രാറ്റജീസ് കയറിയാലും ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് എന്തെങ്കിലും മെസ്സേജ് ചെയ്തൊന്ന് അറിയിക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു അപ്ഡേറ്റ് എനിക്ക് തരാൻ പറ്റും. അതല്ല എങ്കിൽ മീൻസ് ഞാൻ മാത്രമായിരിക്കും അത് എടുക്കണത്. അപ്പോൾ എന്തെങ്കിലും വേറെ ആരെങ്കിലും അതിലുണ്ടെങ്കിൽ ഞാൻ അറിയില്ല. അപ്പൊ ഞാൻ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എക്സിറ്റ് ചെയ്തില്ല എങ്കിൽ ഞാൻ ചിലപ്പോൾ എല്ലാം എക്സിറ്റ് കൊടുക്കില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഒരു ഇതിൽ നിന്ന് ഞാൻ മാക്സ് ലോസ് ചിലപ്പോൾ എടുക്കില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു കൺഫേം കിട്ടിയില്ല എങ്കിൽ ഞാൻ അതിൽ നിന്ന് നേരത്തെ എക്സിറ്റ് ചെയ്യും. അപ്പൊ അതാണ്, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ട്രേഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഇൻട്രാഡേ അനാലിസിസ് ഒന്ന് നോക്കാം. ഓക്കെ, ഇന്ന് നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ഓപ്പൺ തന്നെയായിരുന്നു. ഇവിടെ നമുക്ക് കാണാം ഒരു ഫ്ലാറ്റ് ഓപ്പൺ തന്നെയായിരുന്നു. ആൻഡ് അവിടുന്ന് ഫസ്റ്റ് ഇനീഷ്യൽ ക്യാൻഡിലിൽ നിന്ന് തന്നെ സപ്പോർട്ട് എടുത്തു. ദെൻ ഡേ ഹൈ ബ്രേക്ക് ചെയ്തു. ഇവിടെ നമുക്ക് ഡേ ഹൈ ഒരു റേഞ്ച് ബ്രേക്ക്, ഈ ഒരു ഡേ ഹൈയിൽ ഒരു സപ്പോർട്ട് എടുത്തിട്ട് ഇവിടെ നമുക്ക് ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് കാണാം. ഡേ ഹൈയുടെ റേഞ്ച് ബ്രേക്ക് ഔട്ട് കാണാം. ദെൻ അവിടെ നിന്ന് നേരെ സപ്ലൈ സോണിൽ നിന്ന് പിന്നെ സപ്ലൈ സോണും ബ്രേക്ക് ചെയ്തു. പിന്നെ നമ്മളുടെ റെസിസ്റ്റൻസ് ലെവൽ ഉണ്ടായിരുന്നു 22,200 എന്നുള്ളത്. ആൻഡ് ആ ലെവലിൽ നിന്നാണ് കുറെ നേരം ഒന്ന് കൺസോൾട്ടേഷൻ ആയിട്ട് പിന്നെ മാർക്കറ്റ് ഒന്ന് ക്ലോസ് ചെയ്തത്. ഇവിടെ ലാസ്റ്റ് ക്ലോസിംഗ് വന്നേക്കുന്നത് ഇവിടെയാണ്. ആൻഡ് ഓൾറെഡി ഓൾമോസ്റ്റ് 150 മീൻസ് നല്ലൊരു റാലി ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഓവറോൾ നോക്കിയാൽ നമുക്ക് അത്രയും ഒരു നല്ലൊരു ലെവൽ മീൻസ് എന്താ പറയാ, നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് വന്നില്ല. അതിന് മെയിൻ റീസൺ ഉണ്ട്. കാരണം നമുക്ക് 22,200 അല്ലെങ്കിൽ 22,000 നമ്മളൊരു റീബൗണ്ട് പ്രതീക്ഷ. അപ്പൊ കുറച്ചും കൂടി താഴേക്ക് പോയി. അപ്പോൾ ആ ഒരു റീജിയനിലേക്ക് എത്താൻ പറ്റിയില്ല. അപ്പൊ എന്തായാലും നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു നല്ലൊരു പുൾ ബാക്ക് നടത്തി. ബട്ട് ബാങ്ക് നിഫ്റ്റി ആണ് നമുക്ക് കുറച്ചൊരു ദയനീയാവസ്ഥയിൽ നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇനീഷ്യലി നമ്മൾ പറഞ്ഞ രാവിലെ നല്ല സപ്പോർട്ട് എടുത്തിട്ട് ആൻഡ് ഡേ ഇവിടെ ബ്രേക്ക് ഔട്ട് നൽകിയതായിട്ട് കാണാം. പിന്നെ ഓൾമോസ്റ്റ് നല്ല ഒരു പുൾ ബാക്ക് അവിടെ നിന്ന് ഉണ്ടായി. ആൻഡ് സപ്ലൈ സോണിൽ നിന്നാണ് നമുക്കൊരു ഫേക്ക് ഔട്ട്. ഇവിടെ നമുക്കൊരു ക്ലിയർ കട്ട് ഫേക്ക് ഔട്ട് കാണാം. ഇവിടെ നമുക്കൊരു ക്ലിയർ കട്ട് ഫേക്ക് ഔട്ട് കാണാം. വൺസ് അത് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ മീൻസ് അതിന്റെ ഹൈയിൽ ക്യാൻഡിൽ, പിന്നെ കൺഫർമേഷൻ ക്യാൻഡിൽ ഇല്ല, റെസിസ്റ്റൻസ് ലെവലിൽ നിന്നാണ് പിന്നെ എടുത്തത്. പിന്നെ ടെസ്റ്റ് ചെയ്യാൻ നോക്കി, അത് കൺഫേം ആയില്ല, മീൻസ് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. അവിടെ നിന്ന് താഴേക്കുള്ള ഫോൾ ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് എന്താ പറയുക, ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് ആയിരുന്നു ഇന്ന്. ബിക്കോസ് രാവിലെ നല്ലൊരു നല്ലൊരു അപ്സൈഡ് മേളിലേക്ക് ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴേക്കും വന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റി. ഒരു ഡോജി ക്യാൻഡിലും കൂടിയാണ് ബാങ്ക് നിഫ്റ്റിക്ക് ഇന്ന് വൺ ഡേയിൽ ഫോം ചെയ്തേക്കുന്നത്. ഓക്കെ, ആൻഡ് അതാണ് അപ്പോൾ നിഫ്റ്റിയുടെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു മീൻസ് എന്താ പറയുക, നമുക്കൊരു OA അനാലിസിസിൽ നമുക്ക് അതാണ് പറയാനുള്ളത്. ദെൻ ഇനി നമുക്ക് നാളത്തെ ലെവൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് നിഫ്റ്റി നോക്കാം. ആൻഡ് അതോടൊപ്പം തന്നെ ലാർജ് ടൈം ഫ്രെയിമിൽ അതിൻ്റെ ഒരു എന്താ പറയുക, നമുക്കൊരു എങ്ങനെയാണ് മീൻസ് ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഇത് മീൻസ് FIDA ഡാറ്റയും അതൊക്കെ വെച്ചിട്ടൊന്ന് നോക്കാം. ഓക്കെ, ആൻഡ് ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ നിഫ്റ്റിയുടെ ഒരു
മന്ത്ലി ഇത് മന്ത്ലി ടൈം ഫ്രെയിമിലുള്ളതാണ്, മീൻസ് മന്ത്ലി OA ആണ്. മന്ത്ലി OAയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ സെയിം പുട്ട് ബിൽഡിംഗ് ഇവിടെ കാണാം. അത് സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ജസ്റ്റ് വെയിറ്റ്, സ്ട്രൈക്ക് 22,500 22,500 വരെ നല്ലൊരു സ്ട്രാഡിൽ ഫോർമേഷൻ ഉണ്ട്. 22,200 സ്ട്രാഡിൽ ഫോർമേഷൻ ഉണ്ട്. ആൻഡ് നിഫ്റ്റി സ്റ്റിൽ ബിലോ 22,200 ആണ്. ഓക്കെ, അപ്പൊ അവിടെയൊക്കെ നല്ല രീതിയിൽ സ്ട്രാഡിൽ ഫോർമേഷൻ ഉണ്ട്. അപ്പോൾ നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു ബുള്ളിഷ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് PCR 1.3 ആണ്. ഓക്കെ, അതെല്ലാം മന്ത്ലി വൈസിൽ മീൻസ് നിഫ്റ്റി ഓക്കെ ആണ്. ആൻഡ് വീക്ക്ലിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് എക്സ്പയറി ആയിരുന്നു. വീക്കിലി വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു റെസിസ്റ്റൻസ് ലെവൽ 22,150 കാണിക്കുന്നുണ്ട്. ആൻഡ് നല്ല സപ്പോർട്ട് 22,100 തരുന്നുണ്ട്. ആൻഡ് 22,000 നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് പുട്ട് ബിൽഡിംഗ് അധികം കാണാൻ കഴിയുന്നില്ല. 22,000 ഒരു കോൾ ബിൽഡിംഗ് ഉണ്ട്. അപ്പൊ മാക്സിമം ആ കോളിന്റെ അൺവൈൻഡിങ് നമുക്ക് കുറച്ചും കൂടി മേളിലേക്ക് പോകും എന്ന് തന്നെ വിചാരിക്കാം. ഓക്കെ, അപ്പൊ അതാണ് വീക്ക്ലി ടൈം ഫ്രെയിം വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി റെസിസ്റ്റൻസ് 22,150 ആണെങ്കിലും 22,100 to 22,150 ആണ് ആ റേഞ്ച് ആണ്. 22,000 റെസിസ്റ്റൻസ് ഉണ്ട്. ദെൻ മേളിലേക്ക് നല്ല റെസിസ്റ്റൻസും ഇല്ല, താഴേക്ക് 22,000 സപ്പോർട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രാഡൽ ഫോർമേഷൻ ഇവിടെ ഒരു സ്ട്രാഡൽ ഫോർമേഷൻ ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. ബിക്കോസ് അവിടെ നമുക്ക് എന്താ പറയാ, ഒരു റെസിസ്റ്റൻസും ഉണ്ട്, അന്ന് സപ്പോർട്ടും ഉണ്ട്. ഓക്കെ, അപ്പൊ 22,100 22,200 ആ ലെവലാണ്. അപ്പൊ ഇവിടെ നമുക്ക് മാക്സിമം ഒരു കൺസോൾട്ടേഷൻ ലെവൽ ആയിരിക്കും തന്നെ പറയാം. 22,000 സ്റ്റിൽ നമുക്ക് നല്ലൊരു സപ്പോർട്ട് റീജിയൻ ആയിട്ട് തന്നെ നിൽക്കും എന്ന് വിചാരിക്കാം. 22,000 ഒരു പുൾ ബാക്ക് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നമുക്ക് എന്താ പറയാ, നമ്മളൊരു അനാലിസിസിൽ 22,000 ആണ് ഇപ്പൊ കറന്റ്ലി. 22,200 ആണ് കറന്റ്ലി ഇപ്പൊ നമുക്ക് ഒരു റെസിസ്റ്റൻസ് ആയിട്ടുള്ളത്. റെസിസ്റ്റൻസ് 22,200, സപ്പോർട്ട് 22,000 ആൻഡ് 22,200 സെയിം കുറച്ചൊരു പുട്ട് ബിൽഡിങ്ങും കാണാം അല്ലെ. 200 നല്ല റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നു വിത്ത് കുറച്ച് പുട്ട് അവിടെ ഉണ്ട്. ആൻഡ് 22,000 കോളുള്ള അതിൽ തന്നെ 22,200 ആ ഒരു റേഞ്ച്, ആ ഒരു 400 റേഞ്ച്, 200 റേഞ്ച്, 22,000 to 22,200 ഈ ഒരു റേഞ്ചിന്റെ അകത്താണ് നിഫ്റ്റി മീൻസ് കൺസോൾഡേറ്റ് ചെയ്യാൻ മാക്സിമം ചാൻസ് കൂടുതൽ. ഇവിടെ നിന്നുള്ള ഔട്ടായിരിക്കും നമുക്ക് മൂവ്മെന്റ് തരാം. അപ്പൊ ഈ ഒരു റേഞ്ച് നോക്കാം, 22,000 തൊട്ട് 22,200. ഈ ഒരു ലെവൽ 200 എന്ന ലെവല്, ഇതിന്റെ റേഞ്ച് ബ്രേക്ക് ഔട്ട് ആയിരിക്കും ഇങ്ങോട്ട്, അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ഒരു മൂവ്മെന്റ് എന്തായാലും തീരുമാനിക്കാം. ഓക്കെ, അപ്പൊ അതെല്ലാവരും ഒന്ന് മനസ്സിൽ കാണാം. ഈ ഒരു റേഞ്ചിനെ ശ്രദ്ധിക്കാം. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക്ലി ടൈം ഫ്രെയിം, അതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു മന്ത്ലി ടൈം ഫ്രെയിമും കൂടി നോക്കാം. മന്ത്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റി 46 കോൾ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ബട്ട് ലാർജ് കോൾ ബിൽഡിംഗ് കാണാം. ലാർജ് പുട്ട് ഇവിടെയാണ് നമുക്ക് കാണാൻ നടന്നത്. അത് ഓൾമോസ്റ്റ് 48,000 ആണ്. 48,000 കറന്റ്ലി ഇപ്പൊ പുട്ട് ബിൽഡിംഗ് ആയിരുന്നുണ്ട്. ആൻഡ് ഇവിടെയും 47,500 പുട്ട് ബിൽഡിംഗ് ഉണ്ട്. ഇവിടെ നമുക്ക് കോൾ ബിൽഡിംഗ് കാണാനും കഴിയുന്നുണ്ട്. ഈ എമൗണ്ടിൽ ഇല്ല, ഇവിടെ നമുക്ക് കുറഞ്ഞാണ് വരുന്നത്. ഇവിടെ കോൾ ബിൽഡിംഗ് സ്ലൈറ്റ്ലി ഡൗണും പുട്ടാണെങ്കിൽ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു അപ്സൈഡ് ആയിട്ട് കാണുന്നത്. അപ്പോൾ മാക്സിമം OA അനാലിസിസ് വെച്ചിട്ട് മാക്സിമം ബാങ്ക് നിഫ്റ്റി ഈ ഒരു സൈഡിലേക്ക് വേണം പോവാൻ. ബട്ട് അത് ജസ്റ്റ് OA അനാലിസിസ് ആണ്. ഇത് വേണമെങ്കിൽ നാളെ ഇങ്ങോട്ടും വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് ഇത് ജസ്റ്റ് OA അനാലിസിസ് മാത്രം ആയതുകൊണ്ടാണ് എന്താ പറയാ, നമ്മള് ഇതിന്റെ മാത്രം കൺഫേം ചെയ്തുകൊണ്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. അതോടൊപ്പം നമുക്ക് കൺഫേം ആയി കിട്ടേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. ഓക്കെ, ഇനി കുറച്ചും കൂടി ഒന്ന് വെച്ചാൽ ഓക്കെ. അപ്പൊ 48 സ്റ്റിൽ പുട്ട് ബിൽഡിംഗ് അവിടെ ഉണ്ട്. പുട്ട് അവര് പുട്ട് റൈറ്റേഴ്സ് അവിടെ ഓൾറെഡി അവർ എക്സിറ്റ് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് വേണം പറയാം. ആൻഡ് 47,500 സ്റ്റിൽ ദേ ആർ ബുള്ളിഷ് എന്ന് വേണം തന്നെ പറയാൻ. ഇവിടെയും കുറച്ചുണ്ട്. അപ്പൊ അവരുടെ ഒരു കവറിങ് ആയിരിക്കും ഇവിടെ. അപ്പൊ ഇതിന്റെ ഒരു കവറിങ് വന്നാൽ മേളിലേക്കും, ആൻഡ് ഇവിടെ കവറിങ് വന്നാൽ കുറച്ചും കൂടി ഹെവി ഫോളിലേക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. കറന്റ്ലി മന്ത്ലി വൈസ് ആണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ദെൻ ഇനി നമുക്കൊന്ന് വീക്ക്ലി വൈസിൽ ഒന്ന് നോക്കാം.
വീക്കിലി നമുക്ക് ഇപ്പോൾ കറന്റ് 47 ഒരു സ്ട്രാഡിലായിട്ട് തന്നെയാണ്. സ്റ്റിൽ 47,800 ബിലോ ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. സപ്പോർട്ട് 46,500 റെസിസ്റ്റൻസ് 47,500 ആണ്. ഓക്കെ, അതാണ് ഇനീഷ്യൽ റെസിസ്റ്റൻസ്. PCR 0.9 ആണ്. അതും ഓൾമോസ്റ്റ് നിയർ ടു ബുള്ളിഷ് ഇതിലേക്ക് വേണം പറയാൻ. അപ്പോൾ 47 സ്റ്റിൽ നമുക്ക് കോൾ ആൻഡ് പുട്ട് ബിൽഡിംഗ് ഉള്ളത്. 47 സ്ട്രാഡിലാണ്. 47,500 റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, 47,200 ആണ് ഇന്നത്തെ റെസിസ്റ്റൻസ് എടുത്തത്. ആൻഡ് 46,500 എന്നുള്ളത് സപ്പോർട്ടാണ്. ജസ്റ്റ് OA അനാലിസിസ് വെച്ചിട്ട് നമ്മൾ ഇനീഷ്യലി സപ്പോർട്ട് റേഞ്ച് ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അതാണ് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഒക്കെ OA അനാലിസിസ് വെച്ചിട്ട് നമുക്ക് കാണുന്ന ഒരു റേഞ്ച്, കിട്ടുന്ന ഒരു റേഞ്ച്. ഇനി നമുക്ക് FIDA ഡാറ്റ ഒന്ന് വെച്ച് നോക്കാം. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്. ഓക്കെ, FIs രണ്ടുപേരും ലോങ്ങിലേക്ക് പോയിട്ടുണ്ട്, പുട്ട് ആൻഡ് കോള്. സോ നെറ്റിൽ അവർ ഒരു സൈഡ് വേസ് ആണെന്ന് പറയാം. ഒരു ഇൻഡിസിഷൻ പോലെയാണ് നെറ്റ്. അവർ കുറച്ചും കൂടി ഒരു ഇതിലേക്ക് പുട്ട് ബിൽഡ് ചെയ്ത, അത് അത്ര വലിയൊരു കാര്യമല്ല. ആൻഡ് ഇന്നലെ വന്ന സെല്ലിങ് ഇന്നുണ്ടായിട്ടില്ല. നിഫ്റ്റി ഇന്ന് നിഫ്റ്റി കുറച്ചൊന്ന് അപ്പ് ആയിട്ടുണ്ട്. അതിനനുസരിച്ച് ബാങ്ക് നിഫ്റ്റി FISന്റെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ ഡെയിലി സെൽ ആൻഡ് ബൈ ഫ്യൂച്ചേഴ്സിൽ അവർ കുറച്ച് സെല്ലിങ് കുറച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇന്നലെ കോൾ അധികം ഉണ്ടായിരുന്നില്ല, ഇന്ന് കോള് കുറച്ച് കൂടിയിട്ടുണ്ട്. പുട്ടും ഓൾമോസ്റ്റ് പുട്ട് ഒരു ചെറിയ രീതിയിലാണ് കൂടിയേക്കുന്നത്. ഒരു വലിയ കൂടുതലാണ് എന്ന് പറയാൻ പറ്റത്തില്ല. പുട്ടിന്റെ ആൻഡ് കോള് ആണ് കുറച്ചും കൂടി ലെവലിൽ വെച്ച് നോക്കിയാൽ പുട്ടും കോളും ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് തന്നെ കൂടിയിട്ടുണ്ട് വേണം എങ്കിൽ പറയാം. മേ ബി അതൊരു സപ്പോർട്ട് എടുക്കാനും ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് അതിൽ. ദെൻ ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ കുറച്ചൊരു സെല്ലിങ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ ശരിക്കും നോക്ക്, ഇവിടെ നമുക്ക് കുറഞ്ഞു വന്നു. ദെൻ ഓക്കെ, ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് കുറഞ്ഞു വന്നു മാർക്കറ്റ് കയറിപ്പോയി. പിന്നെ ഒരു ഇതായിരുന്നു സ്ട്രൈറ്റ്, മീൻസ് ഒരു അപ്പ് ഡൗൺ അവിടെ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കൂടിയിട്ട് ഇവിടെ നമുക്ക് കുറഞ്ഞാ വരുന്നത്. കുറഞ്ഞു വന്നപ്പോൾ ഒബ്വിയസ്ലി മാർക്കറ്റ് അത് കയറി തന്നെ പോയി. പിന്നെ ഒന്ന് കൂടി വന്നിട്ടുണ്ട്. കൂടിയിട്ട് പിന്നെ കുറഞ്ഞാണ് നിൽക്കുന്നത്. ബട്ട് ആ കൂടിയതിന്റെ ഒരു ഫോള് നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ദെൻ ഇനി നമുക്ക് മേളിലേക്ക് പോകും എന്ന് തന്നെ വിചാരിക്കാം. ആൻഡ് അതൊരു ജസ്റ്റ് ഒരു കൺഫർമേഷൻ നമുക്ക് സ്റ്റിൽ ഇപ്പോഴും വന്നിട്ടില്ല. നമുക്ക് നാളത്തെ ക്യാൻഡിൽസും കൂടി വെച്ചിട്ട് നോക്കാം. അപ്പോൾ FISന്റെ ഇതിൽ വെച്ചിട്ട് FIS ന്യൂട്രൽ ടു പോസിറ്റീവ് ആണെന്ന് വേണം പറയാൻ. ബിക്കോസ് അവര് കോള് ലോങ്ങിലേക്കുള്ളത് അൺവൈൻഡ് ഒന്നും ചെയ്തിട്ടില്ല. ആൻഡ് കോളിലേക്കും അവർ ഓൾമോസ്റ്റ് അവർ കോൾ ലോങ്ങിലേക്ക് നിന്നിട്ടുണ്ട്. ദെൻ DIS പ്രോ വെച്ച് നോക്കിയാൽ കുറച്ചും കൂടി ഒരു അഗ്രസീവായിട്ട് അവർ കോള് മേളിലേക്കും പുട്ട് മീൻസ് സെല്ലിങ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ ബൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് OA ഇൻഡെക്സ് ഓപ്ഷൻസിൽ മാത്രമാണ് നമുക്ക് ചെറുതായിട്ട് ഒരു സെല്ല് ആൻഡ് ഒരു ബിയർ സെന്റിമെന്റ് അവിടെ ഉള്ളൂ. അതായത് ലോങ്ങിലേക്ക് പൊട്ടും ആൻഡ് കോൾ അവർ കുറച്ച് അൺവൈൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും സെല്ലിങ് ഇന്നലത്തെ അത്രയും വന്നിട്ടില്ല. സോ അതും ഒരു പോസിറ്റീവാണ്. ഇന്നലെ നല്ല രീതിയിൽ -22 എന്നുള്ളത് ഇന്ന് -2 വരെ ആയുള്ളൂ. ആ ഒരു സെല്ലിങ് ഇന്ന് കുറച്ച് വന്നിട്ടുണ്ട്. മേ ബി നാളെ നമുക്കൊരു ബൈയിങ് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ നാളെയാണ് നമുക്ക് ക്രൂഷ്യൽ ഡേ ആയിട്ട് പറയാൻ പറ്റുക. ആൻഡ് ക്യാഷ് മാർക്കറ്റിൽ ഇന്നലെ നല്ല പോസിറ്റീവ് ആയിരുന്നു DIS തന്നത്. ബട്ട് ഇന്ന് നമുക്ക് FISന്റെ സെല്ലിങ്, DIS സ്ലൈറ്റ്ലി ബൈയിങ് മാത്രമാണ് ഇന്ന് നടത്തിയിട്ടുള്ളൂ. ഓൾമോസ്റ്റ് DIS ഒരു ബോട്ടം കണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഇന്നലത്തെ ആ ബൈയിങ്ങിന്റെ അത്രയും വന്നില്ല. ബട്ട് FISന്റെ സെല്ലിംഗ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ അത്രയും FIS വന്നിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒരു 4 hour ടൈം ഫ്രെയിമിൽ ഒന്ന് നോക്കാം. 4 hour ടൈം ഫ്രെയിം പ്ലസ് നമുക്കൊരു 1 ഡേയും 1 വീക്കും വേണമെങ്കിൽ ഒന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഓക്കെ, 4 hour ടൈം ഫ്രെയിം നമ്മൾ നിഫ്റ്റി വെച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിക്ക് നല്ലൊരു പുൾ ബാക്ക് ഇവിടെ നമുക്ക് കിട്ടിയായിരുന്നു. ഇത് നമ്മുടെ ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് ആണ്. ഇവിടെ നമുക്ക് താഴേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് താഴേക്ക് വന്നിട്ട് ഇവിടെ നിന്നാണ് നമുക്ക് ഒരു പുൾ ബാക്ക് തന്നെ, പിന്നെയും വന്നു പുൾ ബാക്ക് വന്നു, പിന്നെയും വന്നു. ഇത് തേർഡ് അറ്റംപ്റ്റ് ആണ്.
നിഫ്റ്റി ആ ഒരു റേഞ്ചിന് തന്നെ. ആൻഡ് ഇവിടെ നമുക്ക് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട് വിത്ത് ഈ നമ്മൾ ഇന്നലെ പറഞ്ഞ ആ ലെവൽസിന്റെ മേളിലൊക്കെ തന്നെ നമുക്ക് ക്ലോസിംഗ് കിട്ടിയിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. ആൻഡ് ഇനി നാളെ നമുക്ക് ഇതിന്റെ മേളിലും കൂടിയാണ് ക്ലോസിംഗ് കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നിഫ്റ്റി കുറച്ചും കൂടി ബുള്ളിഷ് ആയി എന്ന് വേണം പറയാൻ. ബിക്കോസ് ഓൾറെഡി നിഫ്റ്റി ഒരു ബുള്ളിഷ് ടെറിട്ടറിയിലേക്ക് ഉണ്ടായിരുന്നു. ഇനി അതോടൊപ്പം തന്നെ നമ്മളൊന്ന് വൺ ഡേ ക്യാൻഡിൽ വെച്ച് നോക്കിയാൽ നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്, ഒരു ബേബി ക്യാൻഡിലാണ് ഫോം ചെയ്തേക്കെങ്കിലും മീൻസ് ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. അപ്പോൾ ഇനി നമുക്ക് ക്ലോസിങ് ഇതിന്റെ താഴെ നമുക്കൊരു ക്ലോസിങ് ഒരു നെഗറ്റീവ് ക്യാൻഡിൽ വന്നാൽ മാത്രം, അതായത് ഇവിടെ നമുക്കൊരു നെഗറ്റീവ് ക്യാൻഡിൽ വന്നാൽ മാത്രം നമ്മൾ എന്തായത് നമുക്കൊരു ബിയർ സെന്റിമെന്റ് കൊടുത്താൽ മതി. ഈ ഒരു ലോയിൽ നമുക്ക് ക്ലോസിങ് കിട്ടുക. ഇവിടെ നമുക്ക് ബെയറിഷ് സെന്റിമെന്റ് പോയാൽ മതി. ആൻഡ് അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി പുൾ ബാക്ക് താഴേക്ക് ഉണ്ടാവും. ഇനി അതല്ല നാളെ നമുക്ക് ഈ ക്യാൻഡലിന്റെ അകത്താണെങ്കിൽ തന്നെ ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ തന്നെ മേ ബി നമുക്ക് വരും ദിവസങ്ങളിൽ ഒരു പുൾ ബാക്ക് കണ്ടിന്യൂ ചെയ്യാം. ജസ്റ്റ് അതിന്റെ ഒരു ക്ലോസിങ് ഈ ക്യാൻഡലിന്റെ മേളിലാണ് നമുക്ക് ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ മേളിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ആൻഡ് ഈ ക്യാൻഡിൽ ഇവിടെ ഇതിന്റെ അകത്ത് ഏതെങ്കിലും ക്യാൻഡിൽ ആണെങ്കിൽ സ്റ്റിൽ ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ഏത് റീജിയനിലാണ് നമുക്ക് ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് കിട്ടുക എന്നുള്ളത് വരെയും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക. സോ അതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ആയിട്ട് നിഫ്റ്റിയിൽ നോക്കാനുള്ളത്. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇത് വൺ ഡേ ടൈം ഫ്രെയിം വെച്ച് തന്നെ നോക്കാം. ബാങ്ക് നിഫ്റ്റി ഇന്ന് നമുക്ക് കറക്റ്റ്ലി ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലായിരുന്നു. നമുക്ക് എന്താ പറയാ ഒരു കംപ്ലീറ്റ്ലി ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലായിരുന്നു. അപ്പോൾ ഇതിന്റെ ഇൻഡിസിഷൻ ക്യാൻഡിലിന്റെ മേളിലാണ് നമുക്ക് ക്ലോസിംഗ് എങ്കിൽ നമുക്ക് ഒരു മേളിലേക്കുള്ള അപ്രോച്ച് ആയിരിക്കും. ഇനി അതല്ല ഇതിന്റെ താഴെയാണ് നമുക്ക് ക്ലോസിംഗ് കിട്ടുകയാണെങ്കിൽ മേ ബി കുറച്ചും കൂടി ഒരു താഴെ ഡൗൺ സൈഡ് പ്രതീക്ഷിച്ചിട്ട് ഒരു അപ്സൈഡിലേക്ക് പോവാം. അപ്പോൾ നാളത്തെ ക്രൂഷ്യൽ ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിക്കും ഉള്ളത്. ബാങ്ക് നിഫ്റ്റിയും നാളെ നമുക്ക് ഈ ഇൻഡിസിഷൻ ക്യാൻഡിലിന്റെ എവിടെയാണോ ഇതിന്റെ ക്ലോസിംഗിൽ എവിടെയാണോ നമുക്കൊരു ക്ലോസിംഗ് കിട്ടുക ഇതനുസരിച്ചിരിക്കും നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ന്യൂ ട്രേഡ്സ് എന്നുള്ളത്. ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. അപ്പോൾ മേ ബി അതിന്റെ താഴെയാണ് ക്ലോസിംഗ് കിട്ടുകയെങ്കിൽ പ്രത്യേകിച്ച് എന്താ പറയാ നമുക്ക് ഈ ഒരു ലെവലിൽ ക്ലോസിംഗ് താഴേക്ക് വന്നാൽ എന്തായാലും നമ്മളത് ട്രേഡ് എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതല്ല എങ്കിൽ നമുക്ക് ട്രേഡ് കണ്ടിന്യൂ ചെയ്യാം ആൻഡ് മാക്സിമം അത് മേളിലേക്ക് തന്നെ പോകും എന്ന് വിചാരിക്കാം. അതല്ല എങ്കിൽ മീൻസ് നമുക്കിനി ചിലപ്പോൾ ഇവിടുത്തെ ഒരു ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്യാൻ കുറച്ചും കൂടി ഒന്ന് മാർക്കറ്റ് താഴേക്ക് വന്നേക്കാം. താഴേക്ക് വന്നിട്ട് ഇവിടെ ഒരു ക്ലോസിംഗ് കിട്ടിയിട്ട് ദെൻ ഇവിടെ നമുക്കൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നാൽ ആ സമയത്ത് നമുക്ക് ഒരു പുൾ ബാക്കിന് വേണ്ടി നോക്കാം, അല്ലെങ്കിൽ നല്ലൊരു ട്രേഡിൽ മീൻസ് നമുക്ക് കയറാം. ഓക്കെ, അപ്പൊ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഓവറോൾ അനാലിസിസ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ നാളെയാണ് കുറച്ചും കൂടി നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് കാര്യങ്ങളൊക്കെ വരുന്നത്. എല്ലാവരും നാളെ ഒന്ന് ശരിക്കും ശ്രദ്ധിച്ച് തന്നെ മാർക്കറ്റിൽ നോക്കുക. ആൻഡ് നല്ല ബുള്ളിഷ് ക്യാൻഡിലാണ് ക്ലോസിംഗ്, നമ്മളും ഹാപ്പിയാണ്. അതല്ല മീൻസ് ഈ വീക്ക് നമ്മൾ കുറച്ച് ഇന്നലത്തെ ഒരു ബട്ടർഫ്ലൈ നമ്മൾ ഇതായില്ല. ഇന്ന് നമുക്ക് ഒരു പുൾ ബാക്ക് ഉണ്ടായി, ബട്ട് അത്രയും നമ്മൾ വിചാരിച്ച ലെവലിലേക്ക് വന്നില്ല. ഓക്കെ, ഫൈൻ. നമ്മൾ എന്താ പറയാ ചില വീക്കും നമുക്കും അങ്ങനെയൊക്കെ വരാറുണ്ട്. ബട്ട് ഇനി വരുന്ന വീക്ക് ഒരു സെൽ ഓഫ് കുറച്ചധികം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്ക് ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എങ്ങനെയാണ് ബാക്ക് ആകും എന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ട്രേഡിൽ ഇരിക്കുക. അതല്ല എങ്കിൽ നമുക്ക് പുതിയ ട്രേഡ്സ് നോക്കേണ്ടി വരും. എന്തായാലും എങ്ങനെയാണെന്നുള്ളത് എന്തായാലും ടെലിഗ്രാം ചാനലിലും കൂടി അറിയിക്കുക. ആൻഡ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ട്രേഡ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരൊന്ന് കമന്റിൽ അറിയിക്കുക. അതല്ല എങ്കിൽ നിങ്ങൾ ഇത്തരം സിമ്പിളായിട്ടുള്ള ട്രേഡ് മീൻസ് അധികം ലോസ് വരാത്തുള്ള ട്രേഡൊക്കെ മാക്സിമം ഒന്ന് നോക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.